ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കിഷ്കിന്റെ കാണ്ഡത്തിൽ കുറച്ച് ഹിഡൻ ആയിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ്. സോ നിങ്ങൾ ഈ മൂവി കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായിട്ട് ആ സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു വീഡിയോ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ഇത്തരത്തിലുള്ള മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ. ഈ സിനിമയിലെ കുരങ്ങന്റെ കയ്യിലെ തോക്കിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നെക്സൽസ് യൂസ് ചെയ്യുന്നത് ഒരു റൈഫിൾ ആണെന്നും അതുപോലെ തന്നെ ആ ഒരു ഫോർസ്റ്റ് ബോഡി വെടിവെച്ചത് ഒരു പിസ്റ്റൽ അല്ലെങ്കിൽ ഒരു റിവോൾവർ കൊണ്ടായിരിക്കുമെന്നും ആ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. ഇതേ സീനിൽ തന്നെ നാട്ടുകാരാണെങ്കിൽ സുമതത്തിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. സുമതത്തിന്റെ പഴയ നെക്സൽ പാസ്റ്റ് സിനിമയിൽ ആദ്യമേ സൂചിപ്പിച്ചതും ഈ ഒരു സീനിലാണ്. അപ്പൊ പിള്ളയുടെ തോക്ക് വീട്ടിൽ തന്നെ ഉണ്ടെന്ന് സിനിമയുടെ അവസാനം റിവീൽ ആകുന്നു. അപ്പോൾ പിന്നെ ഏതാണ് ആ ഒരു കുരങ്ങന്മാരെ കൈ കണ്ട തോക്കും ആ ഒരു ഫോർസ്റ്റ് ബോഡി വെടിവെച്ച് തോക്കും? നമുക്കറിയാം, തോക്ക് അതോറിറ്റീസിനെ ഏൽപ്പിച്ചാൽ 2 ബുള്ളറ്റിന് എണ്ണം കുറഞ്ഞത് മനസ്സിലാകും. സോ അതോറിറ്റീസിനെ വഴിതെറ്റിച്ച് വിടാൻ വേണ്ടിയിട്ട് സുമതത്തിന്റെ സഹായത്തോടെ അപ്പുപിള്ളയുടെ പ്ലാൻ ആക്കാം കുരങ്ങന്റെ കയ്യിൽ തോക്ക് എത്തുന്നത് ഫോറസ്റ്റ് ബോർഡിൽ വെടിവെപ്പും. സുമതത്തിന് ഫോറസ്റ്റ് വാച്ചർ ആണെന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ഫോട്ടോഗ്രാഫേഴ്സിനെ ആ ഒരു തോക്കുള്ള കുരങ്ങന്റെ അടുത്ത് എത്തിച്ചതും അയാൾ തന്നെ ആയിരിക്കും. മാത്രമല്ല അപ്പുപിള്ളയുടെ കയ്യിലുള്ള തോക്കുണ്ടല്ലോ, അതാണെങ്കിൽ നാട്ടിൽ ഒരു റെയർ പീസ് ആണെന്ന് പറയുന്നുണ്ട്. നാഷണൽ ഷൂട്ടിംഗ് മീറ്റ് ചാമ്പ്യൻ ആയതിനാൽ ഇമ്പോർട്ട് ചെയ്യാൻ പെർമിഷൻ കിട്ടിയത് കൊണ്ടാണ് ആ ഒരു തോക്ക് അയാൾക്ക് സ്വന്തമായത്. അതുകൊണ്ട് തന്നെ എക്സാക്ട് തോക്കായിരിക്കത്തില്ല കുരങ്ങന്മാരുടെ കയ്യിലിരിക്കുക. ഏകദേശം സിമിലർ ആയിട്ടുള്ള റൈഫിലാകും ആ ഒരു തോക്ക്. ഇനി ആ തോക്ക് അതോറിറ്റീസ് കണ്ടെത്തിയാലും അവരാണെങ്കിൽ സ്റ്റിൽ അതൊന്നും പുറത്തു പറയാൻ പറ്റുന്ന ലെവലിലായാൽ അപ്പുപിള്ള സേഫ് ആണ്. അപ്പുപിള്ളയുടെ മെന്റൽ കണ്ടീഷനെ കുറിച്ച് ഓഫീസേഴ്സ് അറിഞ്ഞാലും ചച്ചുവിന്റെ മരണം പുറലോകം അറിയാതിരിക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ് ഇലക്ഷൻ സമയത്ത് ഇരുവരും കൂടി നടപ്പിലാക്കിയത്. ചച്ചുവും തോക്കും സുമതനിലൂടെയാണ് അജയനും അപർണയും ആ വഴി പ്രേക്ഷകരും ചച്ചുവിനെ മിസ്സിംഗ് ആവുന്നതിന് മുമ്പുള്ള സംഭവങ്ങൾ അറിയുന്നത്. ചച്ചു അപ്പുപിള്ളയുടെ തോക്കെടുത്തിട്ട് ഒരു കുരങ്ങനെ വെടിവെച്ച് കൊല്ലുന്നു. മർഡർ കേസ് ആയതിനാൽ അവരതിനെ മറവ് ചെയ്യുന്നു. തോക്കാണെങ്കിൽ അവിടെ അലക്ഷ്യമായിട്ട് ഇട്ടിരിക്കുന്ന ഷോട്ട് കാണാം. മറവ് പ്രശ്നം കാരണം അപ്പുപിള്ള ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാകാം. ചച്ചുവിന് വീണ്ടും ആ തോക്ക് കിട്ടുന്നത് പിന്നീട് അമ്മ പ്രവീണമായിട്ടുള്ള പിടിവിളിക്കിടയിൽ ചച്ചു കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ചച്ചുവിനെ അടക്കുന്നതിനിടയിൽ സസ്പെൻഷൻ മാറ്റി ട്രിഗർ വലിച്ച് പ്രോപ്പറായിട്ട് ചച്ചുവിന് കണ്ണ് യൂസ് ചെയ്യാൻ അറിയാമെന്ന് അപ്പുപിള്ളയുടെ സംഭാഷണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. എങ്ങനെയാകാം ഈ ചെറിയ പ്രായത്തിന് ചച്ചു ആണെങ്കിൽ ആ ഒരു ഗണ്ണ് യൂസ് ചെയ്യാനുള്ള ഒരു ഹോൾ പ്രോസസ് അറിഞ്ഞത്? ബെൽഗാവിലേക്ക് പോകുന്ന ട്രെയിനിൽ വെച്ച് അപർണയോട് അജയൻ പറയുന്നുണ്ട് ചച്ചുവിന്റെ ഫേവറേറ്റ് ഗെയിമിന്റെ കാര്യം. പിന്നീട് ചച്ചു ആണ് അപ്പുപിള്ളയുടെ മറവി ആദ്യമായിട്ട് കണ്ടെത്തിയെന്ന് പറയുമ്പോൾ ഉള്ള ഫ്ലാഷ് ബാക്കിലും ചച്ചു ആണെങ്കിൽ ഒരു ഗെയിം കളിക്കുന്നത് കാണാം. അതൊരു ഷൂട്ടിംഗ് ഗെയിം ആണ്. അങ്ങനെ ആയിരിക്കാണ് കുട്ടിക്കാലത്ത് തന്നെ ഗൺസിനോട് ചച്ചുവിന് ഒരു ക്രേസ് വരുന്നത്. എന്നാൽ ഗെയിം കളിച്ചത് കൊണ്ട് മാത്രം റിയൽ ലൈഫിൽ കണ്ണ് യൂസ് ചെയ്യാൻ അറിയണമെന്നില്ലല്ലോ. ഒരുപക്ഷെ സുമതത്തെ വഴിയാകാം ചച്ചു കണ്ണ് യൂസ് ചെയ്യാൻ പഠിക്കുന്നത്. നേരത്തെ ചച്ചു ഇത് പഠിച്ചത് എന്തായാലും അപ്പുപിള്ളയുടെ തോക്കിലായിരിക്കത്തില്ല. കാരണം ആ തോക്കിൽ ആദ്യത്തെ ബുള്ളറ്റ് ആണ് ആ കുരങ്ങനെ നേരെ ചച്ചു ഷൂട്ട് ചെയ്തത്. സുമതത്തിനും ചച്ചുവും തമ്മിൽ നല്ല കമ്പനിയാണെന്ന് അപർണ ലാപ്പിൽ കാണുന്ന ആ ഒരു ചച്ചുവിന്റെ ഓൾഡ് വീഡിയോയിൽ നമുക്ക് വ്യക്തമാണ്. സോ ചച്ചുവിനാണെങ്കിൽ തോക്ക് ഉപയോഗിക്കണമെന്നുള്ള ആഗ്രഹം സുമതത്തിനായിരിക്കാൻ സാധിച്ചു കൊടുത്തിട്ടുണ്ടാവുക. ചച്ചുവിന്റെ നമ്പർ 1 എനിമിയാണ് കുരങ്ങന്മാര്. ചച്ചുവിന്റെ ഒരുപാട് ടോയ്സ് ആണെങ്കിൽ കുരങ്ങന്മാർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇതിനെപ്പറ്റി അജയനാണെങ്കിൽ അപർണയോട് കല്യാണ പറ്റിയ ദിവസം പറയുന്നുണ്ട്. അതിൽ പല ടോയ്സും മരത്തിൽ നിന്ന് പിന്നീട് വീഴുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ കുരങ്ങന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ചച്ചു ആണെങ്കിൽ ആ റിയൽ ലൈഫിൽ ആ കണ്ണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. പോലീസുകാരുടെ കോൺവെർസേഷനിൽ ചച്ചു ആണെങ്കിൽ ഇതുപോലെ 2 തവണ സ്കൂളിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. ചിലപ്പോൾ മിസ്സായ സമയത്ത് ചച്ചു ആണെങ്കിൽ ആ ഒരു സുമതത്തിന്റെ അടുത്തേക്ക് ആയിരിക്കണം ഷൂട്ടിംഗ് പ്രാക്ടീസിനായിട്ട് പോയിട്ടുണ്ടാവുക. ആ 2 വട്ടം ചച്ചുവിനെ കണ്ടെത്തിയെങ്കിലും ചച്ചു പറഞ്ഞ കഥയും കിട്ടിയ സ്ഥലം തമ്മിൽ യാതൊരു ബന്ധമില്ലായിരുന്നു എന്ന് പോലീസുകാർ സ്റ്റേഷനിൽ പറയുന്നുണ്ട്. ചച്ചുവിടെ ചച്ചുവിന്റെ ബോഡി എവിടെയാണെന്ന ചോദ്യത്തിന് സുമതത്തിനായിട്ട് കണക്ട് ആവാൻ പറ്റും. പ്രായമായ അപ്പുപുള്ളിക്ക് ഒരിക്കലും ചച്ചുവിനെ ഒറ്റയ്ക്ക് മറവ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം ചച്ചു ആണെങ്കിൽ ആ കുരങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ കുരങ്ങനെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് സുമതത്തിനാണ് അപ്പുപുള്ളിയുടെ സഹായത്തിന് വേണ്ടി വരുന്നത്. ചച്ചുവിന്റെ ബോഡി പറമ്പിൽ തന്നെ ഉണ്ടെന്നും അവിടെയാണ് അപ്പുപുള്ള ഓരോ ലൂപ്പിന് ശേഷവും തെളിവുകൾ കത്തിക്കുന്നതെന്നും നമുക്ക് തോന്നുമെങ്കിലും അവിടെ കണ്ടെത്താൻ ഈസിയാണ്. അവർ തന്നെ പെട്ടെന്ന് അവിടെ കണ്ടെത്തുന്നുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അപ്പുപിള്ള അയാളുടെ റിയാലിറ്റിയിലാണ് അയാൾ ജീവിക്കുന്നത്. ഓരോ വട്ടവും അയാൾ ആ ഗ്രൂപ്പിൽ സത്യങ്ങൾ കണ്ടെത്തുമ്പോൾ അയാൾ ഒന്നും തന്നെ മിണ്ടാതെ പോകുന്നു. ആകെ ഒരു വട്ടം മാത്രമാണ് അജയനോട് തുറന്ന് സംസാരിക്കുന്നത്. ആ ഒരു സമയത്ത് പോലും ചച്ചുവിന്റെ ബോഡി എവിടെയാണെന്നുള്ള കാര്യം പോലും പറയുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ സിനിമയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന തൊട്ട് 3 കുരങ്ങന്മാരുണ്ട്. അതായത് സീനോ ഇവല്, ഹിയർനോ ഇവല്, സ്പീക്നോ ഇവല് എന്നിവയാണ് ഈ 3 കുരങ്ങന്മാരുടെ ഇമോജി എന്ന് പറയുന്നത്. ഈ 3 കുരങ്ങന്മാരെയും ഈ സിനിമയിൽ കഥയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഈ സീനോ ഇവലുണ്ടല്ലോ, അഥവാ കണ്ണുകൾ പൊതുന്ന ആ ഒരു കുരങ്ങനുണ്ടല്ലോ, അതാണെങ്കിൽ സിനിമയിൽ ആസിഫലിയുടെ ക്യാരക്ടർ ആയിട്ടുള്ള അജയനെയാണ് കാണിക്കുന്നത്. തന്റെ കുഞ്ഞിന്റെ ശവശരീരവും അച്ഛന്റെ മറവി രോഗവും എല്ലാം തന്നെ കൺമുന്നിൽ കണ്ടിട്ടും കാണത്ത പോലെയാണ് അയാൾ ജീവിക്കുന്നത്. അപർണയോട് പോലും തുറന്നു പറയുന്നത് കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് അറിയുമ്പോൾ മാത്രമാണ്. ഇനി അടുത്തത് സ്പീക്ക് നോ ഈവില്, അഥവാ വാ തുറക്കാത്ത ആ ഒരു കുരങ്ങനുണ്ടല്ലോ, അതാണെങ്കിൽ സിനിമയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് വിജയരാഘവന്റെ അപ്പുപിള്ളയാണ്. ഓരോ വട്ടവും ആ ഒരു ലൂപ്പിൽ സത്യങ്ങൾ അയാൾ കണ്ടെത്തുമ്പോൾ അയാൾ ഒന്നും തന്നെ മിണ്ടാതെ പോകുന്നു. ആകെ ഒരു വട്ടം മാത്രമാണ് അജയനോട് തുറന്ന് സംസാരിക്കുന്നത്. എങ്ങനെ ചച്ചുവിന്റെ ബോഡി എവിടെയാന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നില്ല. ഇനി അടുത്തത് ഹിയർനോ ഈവില്, അഥവാ ചെവി കേൾക്കാത്ത ആ ഒരു കുരങ്ങൻ. ആ ഒരു ക്യാരക്ടറിനെ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് അപർണയിലാണ്. അജയനിൽ നിന്ന് എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും ആ ഒരു സത്യങ്ങളെല്ലാം മറച്ചു വെച്ച് ജീവിക്കേണ്ടി വരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സിനിമ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. മാത്രമല്ല ഇതുപോലത്തെ മൂവി ഇടാൻ ഡീറ്റെയിൽസിനായിട്ടും ഫാക്റ്റുകൾക്കായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ.